Welcome to Flavors of India. Shrimp farm വിശേഷങ്ങളാണ് ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെസ്റ്റ് കോസ്റ്റിൻ്റെ ക്യാമ്പേ ടൈഗർ പ്രോൺസിൻ്റെ ഫാം. അവർ വളർന്നു വരുന്ന സാഹചര്യം നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇത് നോക്കൂ, ഇതിങ്ങനെ ഓരോ ഫാമിലേക്കും ഇങ്ങനെ ഒരു മുള കൊണ്ടുള്ളൊരു ചെറിയ പാലം പോലെ ഇങ്ങനെ ജട്ട് ഔട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. എന്ത് ഭംഗിയല്ലേ കാണാൻ. ഇതെന്താ അറിയാമോ, ഇത് ശരിക്കും പറഞ്ഞാൽ ഫീഡിങ്ങിനുള്ള ആവശ്യത്തിനാണ്. ഈ ക്യാമ്പേ ടൈഗർ പ്രോൺസിനെ ഇങ്ങനെ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഇതിനെ പരിപാലിക്കാൻ നിൽക്കുന്ന ആൾക്കാർ ഇവിടെ കയറി നിന്നിട്ടാണ് ഇങ്ങനെ ഫീഡ് കൊടുക്കുന്നത്. അപ്പോൾ ഈ പ്രോൺസ് എല്ലാം ഇവിടെ വന്നിട്ട് കഴിക്കും. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ പ്ലാൻഡ് ആൻഡ് സയൻറ്റിഫിക്കലി ഡൺ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല. കാര്യം ഇപ്പോഴത്തെ ഒരു ഇതിൻ്റെ ഒരു ഭംഗി ഒരു പ്രത്യേകതയാണ്. ഇങ്ങനെ ചുറ്റും ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോണ്ട് പോലെ കിടക്കുന്നതും പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥ, ഈ തണുത്ത കാറ്റും. കാര്യം അറേബ്യൻ കടലാണ് അപ്പുറം കാണുന്നത്, അറേബ്യൻ സീ. അതിൽ നിന്ന് അവിടെ നിന്ന് വരുന്ന കാറ്റാണ്. അതിങ്ങനെ തണുത്ത കാറ്റായി മാറിയിരിക്കുകയാണ്. ഡിസംബർ മാസം എന്ന് പറഞ്ഞാൽ അറിയാലോ, വിൻ്റർ. ഗുജറാത്തിലൊക്കെ എപ്പോഴും എന്തായാലും വിൻ്ററും സമ്മറും ഒക്കെ എക്സ്ട്രീം ക്ലൈമറ്റ്സാണ്. അപ്പോൾ സമ്മറാണെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും. പക്ഷേ ഈ ക്യാമ്പേ ടൈഗർ പ്രോൺസിനൊക്കെ വളരാൻ നല്ലൊരു സമയം എന്ന് പറഞ്ഞാൽ ചൂട് തന്നെയാണ്, സമ്മർ ടൈം. അപ്പോൾ ഇത് നോക്കൂ, ഇതിങ്ങനെ ഓരോ ഫാമിലേക്കും ഇങ്ങനെ ഒരു മുള കൊണ്ടുള്ളൊരു ചെറിയ പാലം പോലെ ഇങ്ങനെ ജട്ട് ഔട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. എന്ത് ഭംഗിയല്ലേ കാണാൻ. ഇതെന്താ അറിയാമോ, ഇത് ശരിക്കും പറഞ്ഞാൽ ഫീഡിങ്ങിനുള്ള ആവശ്യത്തിനാണ്. ഈ ക്യാമ്പേ ടൈഗർ പ്രോൺസിനെ ഇങ്ങനെ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഇതിനെ പരിപാലിക്കാൻ നിൽക്കുന്ന ആൾക്കാർ ഇവിടെ കയറി നിന്നിട്ടാണ് ഇങ്ങനെ ഫീഡ് കൊടുക്കുന്നത്. അപ്പോൾ ഈ പ്രോൺസ് എല്ലാം ഇവിടെ വന്നിട്ട് കഴിക്കും. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ പ്ലാൻഡ് ആൻഡ് സയൻറ്റിഫിക്കലി ഡൺ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല. കാര്യം ഇപ്പോഴത്തെ ഒരു ഇതിൻ്റെ ഒരു ഭംഗി ഒരു പ്രത്യേകതയാണ്. ഇങ്ങനെ ചുറ്റും ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോണ്ട് പോലെ കിടക്കുന്നതും പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥ, ഈ തണുത്ത കാറ്റും. കാര്യം അറേബ്യൻ കടലാണ് അപ്പുറം കാണുന്നത്, അറേബ്യൻ സീ. അതിൽ നിന്ന് അവിടെ നിന്ന് വരുന്ന കാറ്റാണ്. അതിങ്ങനെ തണുത്ത കാറ്റായി മാറിയിരിക്കുകയാണ്. ഡിസംബർ മാസം എന്ന് പറഞ്ഞാൽ അറിയാലോ, വിൻ്റർ. ഗുജറാത്തിലൊക്കെ എപ്പോഴും എന്തായാലും വിൻ്ററും സമ്മറും ഒക്കെ എക്സ്ട്രീം ക്ലൈമറ്റ്സാണ്. അപ്പോൾ സമ്മറാണെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും. പക്ഷേ ഈ ക്യാമ്പേ ടൈഗർ പ്രോൺസിനൊക്കെ വളരാൻ നല്ലൊരു സമയം എന്ന് പറഞ്ഞാൽ ചൂട് തന്നെയാണ്, സമ്മർ ടൈം. ഇത് ലീൻ പീരീഡാണ്, വിൻ്റർ ആയതുകൊണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളുടെ ക്യാമ്പേ ടൈഗർ പ്രോൺസിൻ്റെ ഭക്ഷണം കൊടുക്കുന്ന സമയമായി. അപ്പോൾ ആ ഫീഡിങ് ടൈമാണ്. അപ്പോൾ നമ്മൾ സൂവിലൊക്കെ പോകുന്ന പോലെയാണ്. സൂവിൽ പോയി കഴിഞ്ഞാൽ അതിനെ ഇങ്ങനെ വളർത്തുകയല്ലേ, അടച്ചല്ലേ വളർത്തുന്നത്. അതിനാവശ്യത്തിന് ഭക്ഷണം കൊടുക്കുന്നു, അതിനെ പരിപാലിക്കുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഫീഡിങ് ടൈം. നമ്മൾ എലിഫൻറ്റിനെയൊക്കെ ഫീഡ് ചെയ്യുന്ന കാണുന്ന പോലെ ഇപ്പോൾ ഇനി ക്യാമ്പേ ടൈഗർ പ്രോൺസിനെ ഫീഡ് ചെയ്യുന്നത് കാണാം. അപ്പോൾ ആ ഭാഗത്തേക്ക് പോവാം, ഫീഡിങ് ഏരിയയിലേക്ക് പോവാം. ക്യാമ്പേ ടൈഗർ പ്രോൺസിന് കൊടുക്കുന്ന ഫീഡാണിത്. ഇത് പ്രോബയോട്ടിക് ഫീഡെന്നാണ് ഇതിന് പറയുന്നത്. പ്രോബയോട്ടിക്, ഇതിനകത്ത് സോയ പ്രോട്ടീനൊക്കെ ചേർന്ന് വരുന്നൊരു ഫീഡാണ്. തായ്ലൻഡിലെ ഒരു വലിയൊരു ഫേമസ് കമ്പനിയുണ്ട്, CP ഫുഡ്സ്. അതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ആനിമൽ ഫീഡ് ഉണ്ടാക്കുന്ന കമ്പനിയാണ് CP ഫുഡ്സ് ഫ്രം തായ്ലൻഡ്. അവിടെ നിന്നാണ് ഇതിന് പ്രൊക്യൂർ ചെയ്യുന്നത് ഈ പ്രോബയോട്ടിക് ഫീഡ്. ഇവിടുത്തെ ക്യാമ്പേ ടൈഗർ പ്രോൺസിൽ കഴിക്കാനായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ എല്ലാം ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി സാധനങ്ങളാണ് വരുത്തുന്നതും പ്രൊക്യൂർ ചെയ്യുന്നതും കൊടുക്കുന്നതും ഒക്കെ. ഒരു വിട്ടുവീഴ്ചയില്ല ആ കാര്യത്തിലൊന്നും. അപ്പം നമ്മളെക്കാട്ടിലും നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ബാലൻസ്ഡ് ഡയറ്റിലൊക്കെയാണ് ഇവിടുത്തെ വെസ്റ്റ് കോസ്റ്റിൻ്റെ ക്യാമ്പേ ടൈഗർ പ്രോൺസ് വളർന്നു വരുന്നത്. ഇത് ഓരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ മനസ്സിലാക്കി വരികയല്ലേ. ഇനിയിപ്പോൾ ഫീഡിങ് ടൈമാണ്. ഈ പ്രോബയോട്ടിക് ഫുഡാണ് അവന് കൊടുക്കാൻ പോകുന്നത്. കാണാം.
ഫ്രിഡ്ജിൽ കയറി നിൽക്കുകയാണ്, ഞാനും എൻ്റെ മുകളിൽ കയറി നിൽക്കുന്നുണ്ട്. ഒരു ആടുന്ന ഫ്രിഡ്ജ്, ഇങ്ങനെ ഒരു ഫ്രിഡ്ജ് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അത്ര സ്ട്രോങ് അല്ല, ഒരു ബാലൻസിങ് ആക്റ്റാണ്. എന്തായാലും ഫീഡ് എനിക്ക് തരാണ്, എൻ്റെ കയ്യിൽ തരുമോ കേട്ടോ. ഇങ്ങനെ വീശിയാണ് ഇടുന്നത്. അപ്പോൾ ഇവിടെ ഷ്രിംസ് വന്ന് അതെല്ലാം കഴിക്കും. ഞാനിതൊക്കെ അതിശയത്തിലാണ് കാണുന്നത്. കാര്യം ഈ വളരെ ചെറിയ പീസസ് ആണല്ലോ ഈ ഫീഡ്, പ്രോബയോട്ടിക് ഫീഡ്. അത് എങ്ങനെ ഈ ഷ്രിംസ് അത് കണ്ടെത്തി കഴിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഡൗട്ട്. ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ അവർക്ക് കറക്റ്റ് അറിയാം, അവരത് വന്ന് കഴിക്കുകയും ചെയ്യും. ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും എടുക്കും. ഇതിപ്പോൾ നമ്മളൊരു ഭാഗത്തല്ലേ കണ്ടുള്ളൂ. ഇതിങ്ങനെ ചുറ്റോട് ചുറ്റും നടന്ന് ഈ കംപ്ലീറ്റ് ഈ ഫാമിൻ്റെ ചുറ്റും നടന്നിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കും ഈ ഫീഡ്. എന്നിട്ട് ഇതിങ്ങനെ ഒരു ദിവസം 4 പ്രാവശ്യമാണ് ഫീഡ് കൊടുക്കുന്നത്. അത് ആവശ്യത്തിന് ഫീഡ് അതിന് കിട്ടും. അയ്യോ, പറഞ്ഞു വീഴാനുള്ള എല്ലാ സാധ്യതയും. രക്ഷപ്പെട്ടു. അപ്പോൾ ഈ വെസ്റ്റ് കോസ്റ്റ് ഗ്രൂപ്പിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, വെസ്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇറ്റ് ഈസ് എ ഫുള്ളി ഇൻ്റഗ്രേറ്റഡ് അക്വാ കൾച്ചർ കമ്പനി. കാര്യം സ്റ്റാർട്ടിങ് ഫ്രം ഹാച്ചറി ടു ദ റീറ്റെയിൽ ഔട്ട്ലെറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അതായത് ഹാച്ചറി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സ്ഥലം തൊട്ട്, അതായത് എംബ്രിയോ ഫോർമേഷൻ തൊട്ട് ഈ ഷ്രിംസിൻ്റെ. അപ്പോൾ അത് ഏത് പാരൻറ്റിൽ നിന്നാണ് വരേണ്ടത്, ഏതെല്ലാം ടൈപ്പ്, അതായത് അതിൻ്റെ ഏറ്റവും നല്ല ജീൻ ഉള്ള രീതിയിലുള്ള കോമ്പിനേഷൻസ് കൊടുത്തിട്ട് അതിനെ ഹാച്ച് ചെയ്ത് മുട്ടയാക്കി അതിനെ കുഞ്ഞായി അത് വളർന്ന് വരുമ്പോൾ ആ ഹാച്ചറിയിൽ നിന്നും ഇങ്ങനെ ഇവിടെ ഫാമിൽ കൊണ്ടുവിട്ടിട്ട് ഇതുപോലെ പ്രോബയോട്ടിക് ഫീഡ് കൊടുത്ത്, അതും ഇവിടുത്തെ സാധാരണ പ്രോബയോട്ടിക് ഒന്നും അല്ല, ഇത് തായ്ലൻഡിൽ നിന്നും ഏറ്റവും നല്ല കമ്പനിയിൽ നിന്നും തന്നെ വരുത്തി അത് തന്നെ കൊടുത്ത് അതിങ്ങനെ കറക്റ്റ് ടൈമിങ് വെച്ചിട്ട് ഒരു ദിവസം 4 പ്രാവശ്യം ഫീഡൊക്കെ കൊടുത്ത് വളർത്തി 3 മാസം കൊണ്ട് അത് വളർന്ന് അതിൻ്റെ കറക്റ്റ് മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ അതിനെ ഈ ഫാമിൽ നിന്ന് തന്നെ ഹാർവെസ്റ്റ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ഒരു പ്രോസസ്സിങ് പ്ലാന്റിലൂടെ അവിടെ കൊണ്ടുപോയിട്ട് അതിൻ്റെ കറക്റ്റ് പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞിട്ട് അത് നമ്മൾ കാണും. ആ പ്രോസസ്സിങ്ങിൻ്റെ ആ ഒരു ഭാഗമെല്ലാം അത് കഴിഞ്ഞിട്ടാണത് റീറ്റെയിൽ ഔട്ട്ലെറ്റ്സിൽ വരുന്നു, കസ്റ്റമറിൻ്റെ കയ്യിലേക്ക്. ഇടയ്ക്ക് മിഡിൽ മാൻ ഒന്നും ഇല്ല, കാര്യം അത് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ്. അതുകൂടാതെ ഇത് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ നാട്ടിലെ ആവശ്യമില്ല. അപ്പോൾ ഇത് ടോട്ടലി ഇതിൻ്റെ ഒരു പാക്കിങ് കാര്യങ്ങൾ എല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇതൊരു ഇവിടേക്ക് ശരിക്കും ഇമ്പോർട്ട് ചെയ്ത് വരുന്നൊരു കാര്യമാണെന്ന് തോന്നും. പുറത്താരോ ഉണ്ടാക്കിയിട്ട് വിദേശ രാജ്യത്തു നിന്നും വരുന്ന ഒരു ക്വാളിറ്റി ഓഫ് ഒരു പ്രോഡക്റ്റ് പോലെ തോന്നും. പക്ഷേ നമ്മളുടെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്, ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണെന്ന് അറിയുമ്പോൾ നമുക്ക് അതിശയം തോന്നും. കാര്യം അത്രയ്ക്ക് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സാധാരണ ഇന്ത്യൻ മേക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിനൊരു വാല്യൂ നമ്മളിങ്ങനെ ഇടുമല്ലോ, അതങ്ങനെയല്ല. ഇത് പെർഫെക്റ്റ്ലി ഇത് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു ലെവലിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിലും അതേ ക്വാളിറ്റിയിൽ കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതൊരു വലിയ അഡ്വാൻറ്റേജ് അല്ലേ സത്യം പറഞ്ഞാൽ. പിന്നെ ചില കൺട്രീസിലൊക്കെ ഇപ്പോൾ എക്സ്പോർട്ടിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ ജപ്പാൻ, ഫ്രാൻസ് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ അവർ ശരിക്കും വളരെയധികം ഇൻസിസ്റ്റ് ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. കാര്യം ഇത്തരം കാര്യങ്ങളിലൊക്കെ അവർ ഭയങ്കര നിർബന്ധമാണ് ഇതിൻ്റെ ട്രേസബിലിറ്റി. ഈ ട്രേസബിലിറ്റി എന്ന് പറയുമ്പോൾ ഈ ഷ്രിമ്പ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കാംബേ ടൈഗർ പ്രോൺസ് ആണെങ്കിൽ ഈ കാംബേ ടൈഗർ പ്രോൺസിൻ്റെ ട്രേസബിലിറ്റി ഇത് എവിടെ നിന്നാണ് വരുന്നത്, ഇവൻ്റെ ജനനം എവിടെയാണ്, എവിടെ നിന്നാണ്. അപ്പോൾ ഈ പാരൻറ്റേജ് ഒക്കെ ചോദിക്കുന്ന പോലെയാണ്. ഇപ്പോൾ ഡിഗ്രി അറിയണം എന്ന് പറയില്ലേ, അതുപോലെ ചില കാര്യങ്ങളിൽ. അപ്പോൾ അതുപോലെ ചോദിക്കും ഇത് എവിടെ നിന്നാണ്, ഇതിൻ്റെ ഒരു ഒറിജിൻ എവിടെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ കാണിച്ചു കൊടുക്കാൻ പറ്റണം, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ആണെങ്കിൽ മാത്രമേ അത്തരം കൺട്രീസൊക്കെ ആ ഒരു ക്വാളിറ്റിയിലുള്ള കാര്യങ്ങൾ മാത്രമേ അവർ എക്സ്പോർട്ട് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ആവശ്യക്കാരില്ല. അപ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക
ഈ രീതിയിൽ ഇപ്പോൾ വെസ്റ്റ് കോസ്റ്റ് ഒക്കെ ചെയ്യുന്ന പോലെ ഫുള്ളി ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു കമ്പനി ആണെങ്കിൽ, ഈ ഒരു രീതിയിലാണെങ്കിൽ അവർക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കില്ല. അവരുടെ ഹാച്ചറിയിൽ കൊണ്ടുപോയി അവരുടെ ഈ കൺസ്യൂമേഴ്സിനെ, അല്ലെങ്കിൽ ഇപ്പോൾ ജപ്പാനിൽ നിന്ന് വരുന്ന റെപ്രസെൻറ്റേറ്റീവ്സ് ആണെങ്കിലോ ഫ്രാൻസിൽ നിന്ന് വരുന്നവരാണെങ്കിലും വിളിച്ചിട്ട് പോകാം. ദ ഹാച്ചറിൽ വന്ന് കണ്ടോളൂ, ഇതാണ് ഇതിൻ്റെ പാരൻറ്റ്, ഈ അച്ഛനും അമ്മയും ചേർന്നിട്ടാണ് ഈ കുഞ്ഞിനെ ഉണ്ടാക്കുന്നത്, ഈ ഒരു എഗ് ഉണ്ടാകുന്നത്, ഈ എംബ്രിയോ ഇങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിനെ ഏത് ക്വാളിറ്റിയാണ് അതെല്ലാം അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അത് എവിടെ നിന്ന് കൊണ്ട് പിന്നെ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കാം ഫാമിൽ, ഇവിടെ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം, ഏത് ടൈപ്പ് ഓഫ് വെള്ളത്തിലാണ് ഇത് വളരുന്നത്. അതൊരു ബ്രാക്കിഷ് വാട്ടർ എന്നാണ് വന്നത്. ബ്രാക്കിഷ് വാട്ടർ എന്ന് പറയുമ്പോൾ കടൽ വെള്ളം തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഒരു ഡെൻസിറ്റി, ഈ ഉപ്പ് രസം എത്ര വേണം, ഇവന് വളരാനുള്ള ഏറ്റവും നല്ല സാഹചര്യം ഏതാണ്, അതനുസരിച്ചിട്ടുള്ള ബ്രാക്കിഷ് വാട്ടറാണ് ഇങ്ങനെ കെട്ടി നിർത്തിയിരിക്കുന്നത്. പിന്നെ ഇത് ഓരോ പീരീഡ് കഴിയുമ്പോഴും അതിൻ്റെ ഹാർവസ്റ്റ് കഴിയുമ്പോൾ ക്ലീനിങ് പ്രോസസ്സ് ഉണ്ട്, എല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കി. ഇത് കൂടാതെ തന്നെ ഇത് വളരുന്ന സമയത്ത് പോലും ഈ ക്ലീനിങ് പ്രോസസ്സ് വളരെ നന്നായി നടക്കുന്നു. കാര്യം ഇവിടെ ഈ എയറേറ്റർ വഴി വെള്ളം ഇങ്ങനെ കണ്ടല്ലോ നമ്മളിങ്ങനെ മൂവ് ചെയ്യുന്നത്, അങ്ങനെ പോകുമ്പോൾ അതൊരു സർക്കുലർ മൂവ്മെൻ്റ് ആണ്. അത് ആ രീതിയിൽ അങ്ങനെ വരുമ്പോൾ ഇതിനകത്തുണ്ടാകുന്ന വേസ്റ്റ് എല്ലാം, ഇപ്പോൾ ഈ പ്രോൺസ് വളരുമ്പോൾ കുറച്ച് വേസ്റ്റ് ഉണ്ടാവുമല്ലോ, അവൻ്റെ തന്നെ എക്സ്ക്രീഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം സെൻറ്റർ പോയിന്റിൽ ഇങ്ങനെ കളക്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇങ്ങനെ കറങ്ങി എൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് ഇങ്ങനെ കുമിഞ്ഞ് കൂടുമ്പോൾ അത് അവിടെ നിന്നും ഈസി ആയിട്ട് പമ്പ് ചെയ്ത് പുറത്തേക്ക് അതിൻ്റെ വേസ്റ്റ് മാറ്റാൻ സാധിക്കുന്നു. അപ്പോൾ അത് വളരുന്ന സമയത്ത് തന്നെ വേസ്റ്റ് മാറ്റിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഹാർവെസ്റ്റിംഗ് കഴിയുമ്പോൾ വീണ്ടും ഈ ഒരു ഫീൽഡ് കംപ്ലീറ്റ് ക്ലിയർ ചെയ്തിട്ടാണ് അടുത്ത സ്റ്റോക്ക് എടുക്കുന്നത്. ആ സ്റ്റോക്കിനെ കൊണ്ട് നിറയ്ക്കുന്നത്. പിന്നെ ഒരു 3 മാസത്തെ സമയം വളർത്തുന്നു. അപ്പോൾ എല്ലാ പ്രോസസ്സും വളരെ സുതാര്യമായിട്ട് ട്രാൻസ്പെറൻ്റ് ആണ്, നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ഭയങ്കര സംഭവമാണ് അല്ലേ, ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ടു എൻഡ് അറിയാൻ പറ്റുക, കാണാൻ പറ്റുക, അതിനൊരു ആൻസറബിൾ ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ട് ഈ തരം ഒരു രീതിയിൽ. അപ്പോൾ വെസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫുള്ളി ഇൻ്റഗ്രേറ്റഡ് അക്വാകൾച്ചർ കമ്പനിക്ക് അങ്ങനെ ഒരു ആ ഒരു രീതിയിലുള്ളൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് അവരുടെ പ്രോഡക്ട്സ് കടയിൽ നിന്ന് വാങ്ങാൻ പറ്റും. റീറ്റെയിലറിന്, ഒരു കൺസ്യൂമറിന് കടയിൽ ചെന്ന് റീറ്റെയിൽ ഔട്ട്ലെറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. അവിടെ ചെന്നാൽ ലൈവ് ഫിഷ് കിട്ടും, അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് കിട്ടും, എന്ത് വേണമെങ്കിലും കിട്ടും. അപ്പോൾ കാംബേ ടൈഗർ പ്രോൺസിൻ്റെ ഒരു പ്രൊഡക്ഷൻ ഏരിയയുടെ സ്റ്റാർട്ടിങ് ടു എൻഡ് കണ്ടു കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാകും. അതിൻ്റെ ഓരോ സ്റ്റേജാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ സ്ട്രിംസിനെ ഒന്ന് കാണാൻ പറ്റുമെന്നാണ് ഞാൻ നോക്കുന്നത്. കാര്യം എല്ലാവരും താഴെ ഉണ്ടാവും, പക്ഷെ കാണാൻ പറ്റുന്നില്ലല്ലോ. നമുക്കൊന്ന് നോക്കാം, ഇവിടെ ചോദിച്ചു നോക്കാം, ഒന്ന് എടുത്ത് കാണിച്ചു തരാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഒരു വലയിട്ടൊന്ന് നോക്കാൻ പോവാണ്. നമ്മുടെ കാംബേ ടൈഗർ പ്രോൺസിനെ ഒന്ന് കാണാനായിട്ട് ഒരു ക്ലോസപ്പ് വ്യൂ. കണ്ടില്ലേ നമ്മുടെ കാംബേ ടൈഗർ പ്രോൺസ് വെസ്റ്റ് കോസ്റ്റിൻ്റെ പ്രൊഡക്ഷൻ. ഇതേ നല്ല ഗ്ലാസ് മാതിരി ഇരിക്കുന്നു കണ്ടിട്ട്. അയ്യോ എന്ത് ഭംഗിയെ കാണാൻ, എന്തൊരു ക്ലീൻ. ഇതിപ്പോൾ എന്നെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്ത് കാണിച്ചതാണ്. നെറ്റിൽ വലയിട്ട് പിടിച്ച്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഹാർവസ്റ്റിംഗ് ടൈം ആയിട്ടില്ല, ഇവൻ ഇനിയും വളരാനുണ്ട്. ഒരു 3/4 വളർന്നു കഴിഞ്ഞു, ഇച്ചിരി കൂടെ വളരാനുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇവൻ്റെ ഹാർവസ്റ്റിംഗ്. എന്ത് ഭംഗിയല്ലേ കാണാൻ, നല്ല കണ്ണാടി മാതിരി ബ്യൂട്ടിഫുൾ. ഇത് കുറച്ച് ഫ്രഷ് ആയിട്ട് ഇനി വേണമെങ്കിൽ ഇനിയും പിടിച്ച് കാണിക്കാമെന്നാണ് പറയുന്നത്. ഇഷ്ടം
പോലെ ഉണ്ട്. ഇതെല്ലാം ഈ എല്ലാ ഫീൽഡിലും ഇത് തന്നെയല്ലേ ഉള്ളൂ. ഇത് കംപ്ലീറ്റ് ഇത് ഷ്രിം ഫാം അല്ലേ. അപ്പോൾ എവിടെ ചെന്ന് വല ഇട്ടാലും പിടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ സാധാരണ നമ്മളിപ്പോൾ കടലിലൊക്കെ പോയി വലയും കൊണ്ട് പോവുകയാണെങ്കിൽ വള്ളക്കാർ ബോട്ടിലൊക്കെ പോകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും, കിട്ടിയാൽ കിട്ടി, അതൊരു ഗാമ്പിളാണ്. ഇപ്പോൾ നമ്മൾ വെള്ളായണി കായലിലൊക്കെ പോയി മീൻ പിടിക്കാൻ പോയപ്പോൾ വല ഇട്ടിരിക്കും, തലേദിവസം തന്നെ ഇട്ടാൽ പോലും രാവിലെ ചെന്ന് എടുക്കുമ്പോൾ എത്ര ഷ്രിംസ് കിട്ടുന്നൊന്നൊരു ഉറപ്പൊന്നുമില്ല. പക്ഷേ ഇവിടെ നല്ല ഉറപ്പുണ്ടല്ലോ, ഇത്രയും ഷ്രിംസ് ഇവിടെ ഉണ്ട്. ഹാർവസ്റ്റിംഗ് ടൈം ആകുമ്പോൾ അത്രയും ഷ്രിംസ് നമുക്ക് സ്വന്തം. അങ്ങനെ ഒരു കോൺസെപ്റ്റ് അല്ലേ. ഇനി ഒരു റൗണ്ട് കൂടി കൊണ്ടുവരാൻ പോവാണ്, കുറച്ചുകൂടി കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാനൊന്ന് കൈയിട്ട് എടുക്കാൻ പോവാണ്. കുത്തോ ധൈര്യമായിട്ട്. അയ്യോ, അവനെ ഒന്ന് തോക്കി നോക്കട്ടെ. അയ്യോ കണ്ടോ, അയ്യോ ഭയങ്കരമാണ്. ചാടി ചാടി സോ നൈസ്. കണ്ടോ ജീവനുള്ള ടൈഗർ ക്യാമ്പേ ടൈഗർ പ്രോൺസ് ഇത് എൻ്റെ കയ്യിൽ കിടന്ന് ചാടിക്കൊണ്ടിരിക്കുന്നു. ഇത് വെസ്റ്റ് കോസ്റ്റിൻ്റെ പ്രോഡക്റ്റാണ്. ആലോചിച്ച് നോക്കൂതേ, ജീവനുള്ള പ്രോൺസ് കയ്യിലിങ്ങനെ ഇത്രയും ഭംഗിയായിട്ട്. ഇതെന്താ സംഭവം അറിയാമോ? ഇതിന് 50 ദിവസത്തെ വളർച്ചയായതേ ഉള്ളൂ. 50 days ഗ്രോത്ത് എന്നാണ് പറയുന്നത്. ഇവൻ ഇനിയും വളരാനുണ്ട്. വളർന്നു കഴിഞ്ഞിട്ട് ഏകദേശം ഇതിപ്പോൾ ഒക്ടോബറിലാണ് ഇവനെ ഇവിടെ കൊണ്ട് ഇട്ടിരിക്കുന്നത്. ഈ സ്റ്റോക്ക് ഇവിടെ ഇട്ടത് ഒക്ടോബറിലാണ്. ഇപ്പോൾ ഏതാണ്ട് 50 ദിവസത്തെ വളർച്ചയായിട്ടുള്ളൂ. ഇനി ഇത് ഫെബ്രുവരി മാർച്ചിലാണ് ഇവൻ്റെ ഹാർവസ്റ്റിംഗ്. അങ്ങനെ ക്യാമ്പേ ടൈഗർ പ്രോൺസ് അതിൻ്റെ ഒരു ഹാഫ് ഗ്രോത്ത് ആയി എന്ന് പറയാം. എന്തൊരു സുന്ദരിയില്ലേ, നല്ല ഗ്ലാസ് മാതിരി വെളുത്ത ബ്യൂട്ടി പീസാണ്. അയ്യോ നോക്കൂ, ഇത്രയും നന്നായിട്ട് ഇതുവരെ പ്രോൺസിനെ ഞാൻ കയ്യിലെടുത്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒന്നൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇത് പക്ഷേ ഒരുപാട് പേരെ കിട്ടി. അവന്മാർക്കൊരു ഡിസ്റ്റർബൻസ് ആണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവരെല്ലാം തിരിച്ച് നമ്മൾ ആ ഫാമിലേക്ക് തന്നെ ഇടും. കാര്യം ഇവർ വളരാനുണ്ട്, ഇനിയും വളരണം. നല്ല സൈസൊക്കെ വെച്ച് കഴിഞ്ഞിട്ടാണ് ഇതിനെ ഹാർവസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് ആ പ്രോസസ്സിങ്ങിലെല്ലാം കഴിഞ്ഞിട്ട് ആണ് ഇത് റീറ്റെയിൽ ഔട്ട്ലെറ്റ് ആൻഡ് എക്സ്പോർട്ട്. അപ്പോൾ നമ്മൾ കൺസ്യൂമേഴ്സ് എന്ന് അങ്ങ് മേടിച്ചാൽ മതി ഇത്രയും ഭംഗിയുള്ള ക്യാമ്പേ ടൈഗർ പ്രോൺസ്. campaytiger.com എന്ന് പറഞ്ഞിട്ട് കയറി കഴിഞ്ഞാൽ ഈ കോമേഴ്സ് ഉണ്ട്. അപ്പോൾ ഓൺലൈൻ ബൈയിങ് ഒക്കെ വേണമെങ്കിൽ അതാകാം. campaytiger.com ഓർമ്മിച്ച് വയ്ക്കുക. അപ്പോൾ ഇത്രയും നല്ല ഫ്രഷ് പ്യുവർ ക്യാമ്പേ ടൈഗർ പ്രോൺസ് വേണമെന്നുണ്ടെങ്കിൽ campaytiger.com ചെല്ലാം. അപ്പോൾ ഇത്രയും സുന്ദരിയായ, ഇത്രയും ഫ്രഷായ, ഇത്രയും ക്ലീൻ ആൻഡ് പ്യുവറായ ക്വാളിറ്റിയുള്ള ക്യാമ്പേ ടൈഗർ പ്രോൺസ് വാങ്ങാൻ ഇനി സൂററ്റ് വരെ വരണം എന്നൊന്നുമില്ല, ബോംബെയിലും വരണം എന്നില്ല. നമ്മുടെ നാട്ടിലും കിട്ടുന്ന കാര്യം തന്നെയാണ്. നാട്ടിലെ പ്രധാനപ്പെട്ട ഔട്ട്ലെറ്റ്സിലെല്ലാം തന്നെ ഇത് അവൈലബിൾ ആണ്. ഈ വെസ്റ്റ് കോസ്റ്റിൻ്റെ ക്യാമ്പേ ടൈഗർ പ്രോൺസ്. എനിക്ക് തോന്നുന്നു ഇത് ലുലു മോള്, പിന്നെ അത് കഴിഞ്ഞിട്ട് മോറെന്ന് പറഞ്ഞ ഔട്ട്ലെറ്റ്സില്ലേ, മോറ്, അത് കഴിഞ്ഞിട്ട് പോത്തീസ്, പിന്നെ ബിസ്മി പറഞ്ഞ് കാലിക്കറ്റ് സൈഡിലൊക്കെ ബിസ്മി എന്ന് പറഞ്ഞിട്ടുള്ള
സൂപ്പർ മാർക്കറ്റ് ഇങ്ങനെയുള്ള എല്ലാ സ്ഥലത്തും ഇത് അവൈലബിൾ ആണെന്നാണ് പറയുന്നത്. ഫ്രോസനായിട്ടും പല പല ഫോമിലും അതിൻ്റെ തന്നെ എല്ലാ ടൈപ്പും, പിന്നെ മാറിനേറ്റഡ് ഫോമിലാണെങ്കിൽ അങ്ങനെ. അപ്പം നമുക്ക് സെലക്ട് ചെയ്ത് വാങ്ങാം. അപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചോളൂ, ഞാൻ ഈ സ്ഥലമൊക്കെ വന്ന് കണ്ടല്ലോ. ഇതിപ്പോൾ അവരുടെ ഫാമിൽ വന്നവരുടെ പ്രൊഡക്ഷൻ, ഇതിൻ്റെ വളർച്ച, ഇതൊക്കെ ഞാനിപ്പോൾ ഈ ജപ്പാൻകാരെ പോലെ സ്ഥലം വന്ന് സന്ദർശിച്ച് തന്നെ മനസ്സിലാക്കുകയാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക, ഇത് എവിടെ നിന്നാണ് വരുന്നത്, അതിൻ്റെ ട്രേസബിലിറ്റി ഞാനും കാണുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ വളർച്ചയുടെ ഒരു ഘട്ടത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു ഷ്രിം ഫാം വന്ന് വിസിറ്റ് ചെയ്തിട്ട് അപ്പം നിങ്ങൾക്ക് ഉറപ്പിച്ച് ധൈര്യമായിട്ട് വാങ്ങാം. കാര്യം ഇത് നമുക്ക് വളരെ ഓപ്പണായിട്ടല്ലേ സുതാര്യമായിട്ട് തന്നെ കാണാൻ പറ്റിയ കാര്യമാണ്. ഇത് ഇവരുടെ സ്റ്റാഫെല്ലാം നല്ല ക്യാമ്പേ ടൈഗർ ദ ഫൈനസ്റ്റ് സീ ഫുഡ് എന്നൊക്കെ പറഞ്ഞ് ടീഷർട്ടൊക്കെ ഇട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവർക്ക് അതൊരു ബ്രാൻഡാണ് സത്യം. ഒരു ബ്രാൻഡ് എന്ന് പറയുമ്പോൾ അതിനൊരു വാല്യൂ ഉണ്ട്. നമ്മളിങ്ങനെ സാധാരണ ഇപ്പോൾ കടലിൽ ചെന്ന് കടലിൽ നിന്നും കിട്ടും, നമുക്ക് കടലിൽ നിന്നാണല്ലോ മത്സ്യവിഭവങ്ങൾ കിട്ടുന്നത്. പക്ഷേ അതിന് നമുക്കൊരു ട്രേസബിലിറ്റി ഇല്ല. കടലിൽ നിന്നാണെന്ന് അറിയാം, പക്ഷേ അതിൻ്റെ അച്ഛനാരും അമ്മയാരൊന്നും അറിയില്ല, അതെന്താ കഴിക്കുന്നതെന്നറിയില്ല. അങ്ങനത്തെ കാര്യമല്ല. എത്ര കാലത്തെ വളർച്ചയുണ്ട്, അവൻ്റെ വളർച്ചയുടെ എത്ര വയസ്സുള്ളതാണ്, അല്ലെങ്കിൽ എത്രയാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ അതിന് ഒരു ക്വാളിറ്റി കൺട്രോളൊന്നും ഇല്ലല്ലോ ആ കാര്യത്തിൽ. ഇതെല്ലാം അണ്ടർ കൺട്രോളാണ് കാര്യങ്ങൾ. ആ വ്യത്യാസമുണ്ട്. അതിനെടുത്ത് കളിക്കുന്നു. പാവപ്പെട്ട ആ നമ്മുടെ ചെമ്മീനുകളെയൊക്കെ തിരിച്ചു വിടാൻ പോവാണ്, ക്യാമ്പേ ടൈഗർ പ്രോൺസിനെയൊക്കെ തിരിച്ച് വെള്ളത്തിലേക്ക്. ഇതിപ്പോൾ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് അവനെ വല വെച്ചിട്ട് പിടിച്ചതാണ്. ഇനിയും വളരാനുണ്ട്. വളർന്നു കഴിയുമ്പോൾ ഇച്ചിരി കൂടെ സൈസൊക്കെ വെച്ച് കുറേ കൂടെ ബ്യൂട്ടിഫുൾ.